അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജെയിംസ് ജോൺ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. അജിത് സാറ്, നമ്മുടെ മെമ്പർ മാഡം, എസ് സാറ്, ബാക്കി ഇവിടെയുള്ള എല്ലാവർക്കും എന്റെ നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ നമ്മുടെ പാറച്ചന്ത വിപണി സ്ഥലത്ത് നിൽക്കുന്നത്. നമ്മുടെ സമൂഹത്തില് അതിരൂക്ഷമായിരുന്ന ചൂഷണം, അതേപോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം, ഇതൊക്കെ ഒന്ന് പരിഹരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തില് ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് ആലായില് ഒരു നാട്ടുവിപണി ആരംഭിക്കുന്നത്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ആല ഫാർമേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു വിപ്ലവം ഉണ്ടാകുമെന്ന് ഞാൻ പോലും കരുതിയില്ല. ഇന്ന് സമാന രീതിയിൽ നമ്മുടെ പല ഭാഗങ്ങളിലും പല പരിസര പ്രദേശങ്ങളിലും അനേകം നാട്ടുവിപണികൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് 2-3 ചെറിയ കാര്യങ്ങൾ എന്ന് പറയാനുണ്ട്. ഞാൻ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചിരുന്നത് അതൊക്കെയാണ് നമ്മുടെ അജിത് സാറോട് പറഞ്ഞത്. സമൂഹത്തിലെ കെട്ടുറുപ്പുകൾ, കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരുന്ന സംബന്ധമായിട്ട് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് പല വേദികളിലും ഞാനത് പറയാറുമുണ്ട്. അതൊക്കെ തന്നെയാണ് സാറ് ഇത് പറഞ്ഞിരുന്നത്. ഈ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വിഭാഗം ആൾക്കാരുടെ വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം നമ്മുടെ ആലാ വിപണിയിൽ കൂടി പലപ്പോഴും സാധ്യമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞിരിക്കുന്ന പോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ വ്യക്തികൾ തമ്മിലുള്ള കെട്ടുറപ്പ് ഇല്ലാതായി വരുന്ന ഒരു കാലമാണ്. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് ഒതുങ്ങുന്നു. മറ്റുള്ളവരെ സംബന്ധമായിട്ട് ആരും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം അതിനൊരു പരിഹാരമാണ് നമ്മുടെ വിപണി എന്ന് പറയുന്നത്. അപ്പം ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ആലാ വിപണി നടക്കുന്ന സ്ഥലത്ത് അധികം ആൾക്കാരൊന്നും വരത്തില്ല. കാരണം നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അപ്പം ഇപ്പം ഇവിടെ നമ്മുടെ ഈ പാറച്ചന്ത നടക്കുന്ന സ്ഥലത്ത് തന്നെ ഈ കെട്ടിടത്തിന്റെ വരാന്തയൊക്കെ ഉണ്ട്. ഈ വിപണി ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വരണം. കുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഥകളൊക്കെ പറയണം. ഇപ്പം സാറ് പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് മനസ്സിലിരുന്ന് ആലോചിക്കായിരുന്നു, ഞാൻ പഠിക്കാൻ വല്ലതും എടുക്കണമെന്നായിരുന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയും, കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാനും എന്റെ ബ്രദറും കൂടെ LLBക്ക് പോയി. ഞാൻ അവിടെ തോറ്റു കിടന്നു. എന്നിട്ട് സാവകാശമാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പൊ നാട്ടുകാരും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഒരു മണ്ടനായിട്ടാണ് കണക്കാക്കിയത്. അവിടുന്ന് ഏകദേശം 7 വർഷം കൊണ്ട് 25 വർഷം ചെയ്യേണ്ട കേസുകൾ ചെയ്ത ശേഷമാണ് ഞാൻ കുവൈറ്റിലേക്ക് പോയത്. ഇനി കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്, പുസ്തകപ്പുഴുവായിട്ട് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ LLBക്കാരനാണേലും എന്റെ കുവൈറ്റിൽ നിന്നുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റാണ്. എന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 10 വർഷത്തോളം കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നതാണ്. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് കൂടെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എങ്ങും അറച്ചു നിൽക്കാൻ പാടില്ല. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് കോമ്പറ്റീഷന്റെ ലോകമാണ്. ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ ഇവന് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ഒരു വിദേശ രാജ്യത്തും നോക്കത്തില്ല, ഇവന് കഴിവുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ ഇവിടുന്ന് കുവൈറ്റിൽ ചെന്ന് കുട്ടികൾക്ക് വേണ്ടി പറയുന്നൊരു കാര്യമാണ്. ഈ 51 ഡിഗ്രി ചൂടിലൊക്കെ അലഞ്ഞങ്ങ് നടക്കും എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കാനായിട്ട്. ആദ്യം ഒരിടത്തൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് അവിടെ ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു. കാരണം ഇവിടെ ഒരു വക്കീലിന്റെ തലക്കനത്തിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അറബിയുടെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഉടക്കി പിരിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബൈ പറഞ്ഞ് അവിടെ വിട്ടു കഴിഞ്ഞു. അപ്പം യാദൃശ്യമായിട്ട് ഒരു വേക്കൻസി ഞാൻ കണ്ടു, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേറ്റർ. എനിക്കന്ന് ഈ ഹുണ്ടായി എന്ന് പറഞ്ഞ കമ്പനി, ഹുണ്ടായുടെ കാറൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള, അല്ലാതെ ഈ ഹുണ്ടായിക്ക് കൺസ്ട്രക്ഷൻ ഡിവിഷൻ ഉണ്ടെന്നുള്ളതൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. ഈ ഹുണ്ടായിക്ക് വലിയ കപ്പലിന്റെ ഒക്കെ ഡിവിഷനൊക്കെ ഉണ്ട്. ഈ കമ്പനിയിലാണ് ശരിക്കും അസിസ്റ്റന്റ് കോൺട്രാക്ട് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു വേക്കൻസിക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് കോൺട്രാക്ട് അറിയാമല്ലോ. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയറെയാണ് അവർ വിളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്റെ CV അയച്ചു കൊടുത്തു കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ കൊറിയക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പൊ അവര് ഈ കൊറിയൻസ് ഒക്കെ കരുതിയിരിക്കുന്നത് നമ്മുടെ LLB എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ LLBക്ക് അത്രയും വലിയ സംഭവമല്ലാത്ത 2 രാജ്യങ്ങളേ ഉള്ളൂ, നമ്മുടെ രാജ്യവും പിന്നെ ഈജിപ്ഷ്യൻസും. ഈ 2 രാജ്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഈജിപ്ഷ്യൻസ് ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷിൽ വളരെ ഫ്ലുവന്റ് ആണ് അവർ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ പിന്നിലാണ്. കാരണം അവരുടെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന LLBക്കാരനായിട്ടുള്ള ഞാൻ അവിടെ ഇന്റർവ്യൂ ആപ്ലിക്കേഷൻ അയച്ചു. അവരെന്നെ വിളിച്ചു. ഞാൻ ഇന്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്തു. എന്നോട് ചോദിച്ചു കോൺട്രാക്റ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടിയാ കിട്ടി. പക്ഷേ ഞാൻ അവിടെ കയറിയിട്ട് 3-ാം മാസം എനിക്ക് പഠിക്കാൻ സമയം തന്നു. കൺസ്ട്രക്ഷൻ ഡിവിഷനാണ്, പഠിക്കാൻ സമയം തന്നു. കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ ഡിവിഷനിലായിരുന്നു. പഠിക്കാൻ സമയം തന്ന ശേഷം എനിക്ക് 3-ാമത്തെ മാസം ഇപ്പൊ എത്ര കുവൈറ്റ് ദിനാറിന് എനിക്ക് 200 രൂപയ്ക്കുള്ള കണ്ട് വിലയുണ്ടെന്ന് തോന്നുന്നു, വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് 3-ാമത് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 170 ദിനാറ്, 170 × 200 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എനിക്ക് അവർ കൂട്ടി തന്നതാണ്.
ഞാൻ പറഞ്ഞത്. പുസ്തകപ്പഴുക്കളായിട്ട് പഠിക്കരുത്. ഈ വൈകിട്ട് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് വരണം, ഈ സമൂഹവുമായിട്ട് ഇടപെടണം, സമൂഹത്തിന്റെ ഭാഗമായിട്ട് വളരണം. ഒന്ന്, പിന്നെ നമ്മൾ ആലയിൽ സാറ് ഇപ്പം നമ്മുടെ എല്ലാ പിന്തുണയുമായിട്ട് സാറ് നമ്മുടെ പാറച്ചന്ത വിപണിയിലുണ്ട്. നമ്മൾ ആലയിൽ പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. ഞാൻ ആ മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്ത സമയത്തുണ്ടായ പല എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല 2 കമ്പനികളിൽ എനിക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു, കുവൈറ്റിൽ ഏകദേശം 15 വർഷത്തോളം. അപ്പൊ ആ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ചില പരീക്ഷണങ്ങൾ കൂടിയാണ് ഞാൻ ആലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു ഒറ്റയാൾ പോരാട്ടമാണ്. ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഉണ്ട്. കാരണം ആ സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ട് ആദ്യം സ്കൂളിൽ ചെന്നൊരു ഉടക്കാണ് ഉണ്ടാക്കിയത്. ഞാൻ അവിടെ ചെന്നപ്പം സ്കൂളിൽ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടിരിക്കുന്നു. പ്രകൃതി സൗഹൃദ ക്യാമ്പസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. മുട്ടം പ്രശ്നമായിരുന്നു. എന്റെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് പ്രശ്നമൊക്കെ ഉണ്ടായി. കാരണം സമൂഹത്തിന്റെ കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായിട്ട് അങ്ങനെ ഇടപെട്ടാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിനൊരു നിലനിൽപ്പുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കൂടെയും നമ്മുടെ കൂട്ടായ്മയിൽ കൂടെയും തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. നമ്മുടെ സ്കൂൾ ഒരു നിസ്സാരമായിട്ടുള്ള സ്കൂളല്ല. ഏകദേശം 3000 പേരോളം പഠിച്ച സ്കൂളിൽ നിന്ന് 150-ന് താഴെയായിട്ട് വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മാതൃകയാക്കാൻ സാധിക്കുന്ന കേരളത്തിലെ 5 സ്കൂളുകളിൽ ഒന്നാണ്. എന്തായാലും നിങ്ങൾ ഇന്ന് ഒന്ന് ഇന്റർനെറ്റ് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആല ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അവരുടെ ആ പ്രോജക്ടുകളും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുനിന്ന് കിട്ടും. അപ്പം അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളുടെ വിപണിക്ക് സാധിച്ചു. അതുപോലെ തന്നെ പാറച്ചന്ത വിപണി വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ എഞ്ചിനീയറിംഗ് കോളേജിനെ ഞാനിവിടെ വളരെ സന്തോഷത്തോടെ കാണുമായിരുന്നു. ഇത്രയും ബസ്സുകൾ ഇതുവഴി പോകുന്നത് ഇല്ലേ. ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം, പണ്ട് പാറച്ചന്ത വിപണിയൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ആ ഗ്രാമപ്രദേശത്തെ വീണ്ടും ഉണർവിലേക്ക് കൊണ്ടുവരാനായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിന് സാധിച്ചിട്ടുണ്ട്. ഞാനും അവിടെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ നാട്ടും ഈ പാറച്ചന്ത വിപണിയും എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് സഹകരിച്ച് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലാ സ്കൂളിന്റെ തെക്കേപ്പുറത്തോടെ നിങ്ങൾ ചെല്ലുക. തെക്കേപ്പുറത്തോടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പട്ടിണി കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് വ്യക്തമായിട്ടുള്ള കാര്യം, എനിക്കത് വ്യക്തമായിട്ട് അറിയാം. വിശപ്പ് എന്താണെന്ന്, മോളുടെ വിശപ്പ് എന്താണെന്ന് തിരിച്ചറിയാത്ത അമ്മ പോലും നമ്മുടെ നാട്ടിലുണ്ട്, വ്യക്തമായിട്ട് അറിയാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി കൂടി അവരുടെ അഭിമാനം ശരിക്കും പലരോടും ചോദിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് പക്ഷികളൊക്കെ ഏകദേശമൊക്കെ അന്യം നിന്ന് പോയി. എന്റെ നാട്ടിൽ തന്നെ ഉത്തരപ്പള്ളിയാർ എന്ന് പറഞ്ഞൊരു ആറുണ്ട്. അവിടെ ആമ പോലും ഇല്ലാത്ത അവസ്ഥയായി. നമ്മൾ വികസനം പറയുക, എല്ലാ ജീവികളും ഇല്ലാതായി. ഞാനത് കൃത്യമായിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ്. ഈ വർഷം നോക്കി കഴിഞ്ഞാൽ അവിടെ ആമയില്ല, ചൂണ്ടയിടാൻ ആൾ വരുന്നില്ല. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുന്ന് പക്ഷികളും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ആലാ ഞങ്ങള് സ്കൂളിന്റെ തെക്കേപ്പുറത്തായിട്ട് 32ഓളം ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം 1.5 ആളോളം ഹൈറ്റില് ഞാവലും റംബുട്ടാനും ഒക്കെ വളർന്നു കഴിഞ്ഞു. അതുപോലെ ഈ സ്കൂളുമായിട്ട്, ഈ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് ചേർന്ന് പാറച്ചന്ത വിപണിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ഈ പല ദിവസങ്ങളിൽ രാവിലെ സ്കൂളിന് ഇപ്പുറത്ത് പോയി വെള്ളം ഒഴിച്ചിട്ടായിരുന്നു ഞാൻ കോടതിയിലേക്ക് പൊക്കോണ്ടിരുന്നത്. പിന്നീടാണ് അറിയുന്നത്, ഞാൻ ഒഴിക്കാത്ത ദിവസങ്ങളിൽ ആലാ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ വന്ന് അവിടെ വെള്ളം ഒഴിക്കും. ആ സ്കൂളിലെ ജയകുമാർ സാറും ഇവിടെ അടുത്താണ് നമ്മുടെ അനു ടീച്ചറിന്റെ വീട്, അവിടുത്തെ ഹെഡ് മിസ്സസ് ആയിട്ടുള്ളത്. അവരുടെ എല്ലാം കൂടെ മുൻകൈ എടുത്തിട്ട് അവിടെ കൊണ്ട് വെള്ളം ഒഴിക്കുകയാണ്. ഇതുപോലെ പാറച്ചന്ത വിപണി ഒന്ന് നേതൃത്വം കൊടുക്കണം. ഇവിടെയുള്ള റോഡിന്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കുക. എവിടെയെങ്കിലും ഒരു കുറച്ച് പോർഷൻ ഏറ്റെടുക്കുക, കുറച്ച് പോർഷൻ എടുത്തിട്ട് അതൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. കഴിഞ്ഞ ദിവസം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പമ്പാ ഷോപ്പിൽ വന്നിട്ട് ബ്രഷ് കട്ടറൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഷോപ്പിലില്ലായിരുന്നെങ്കിലും വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു കുറെ ഭാഗം ഞാൻ ബോറടിപ്പിക്കുമല്ലോ കേട്ടോ, ഒരു പ്രാക്ടിക്കലായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുന്നതാണ്. അപ്പൊ പാറച്ചന്ത വിപണിയുടെ ഭാഗമായിട്ട് കുറെ ഭാഗങ്ങൾ ഏറ്റെടുക്കുക. കുറെ ഭാഗങ്ങൾ ഏറ്റെടുത്തിട്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടുകൂടി അവിടെ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക. അപ്പം ആ ഒരു പ്രോജക്റ്റ് കൂടെ എടുക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കുട്ടികളെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ കുട്ടികളെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് വളർത്തിയെടുക്കുമ്പോൾ അവർ നാളെ ഒരു ഇന്റർവ്യൂവിന് സാർ പറഞ്ഞിരിക്കുന്നത് അത് സാർ അംഗീകരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും പാറച്ചന്ത വിപണിയും കോളേജുമായിട്ട് സഹകരിച്ച് ആ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ പുസ്തകപൂർവ്വമായിട്ട് വളർത്തരുത്, സമൂഹത്തിന്റെ ഭാഗമായിട്ട് വളർത്തണം. ഒരു ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെയാണ് എക്സാമ്പിൾ പറഞ്ഞത്. LLB കാരനായിട്ടുള്ള ഞാൻ ആപ്ലിക്കേഷൻ അയച്ച എഞ്ചിനീയർ എന്നുള്ള ഒരാളുടെ ഒരു പോസ്റ്റിലേക്കാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്. എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും കൊള്ളാവുന്ന രീതിയിൽ തന്നെ കുട്ടികളെ വളർത്തിയെടുക്കണം. 1. 2, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് ചേർന്ന് ഇവിടെ പല പ്രോജക്റ്റുകളും, അവിടുത്തെ NSSന്റെ വിഭാഗവുമായിട്ടൊക്കെ ചേർന്ന് പല പ്രോജക്റ്റുകളും ചെയ്യണം. ഈ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഭാര്യയോ ഭർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് പറയാനുള്ളത്, കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യാൻ ആരംഭിക്കണം. എന്ന് വെച്ചാൽ ഇത് ഞാൻ കൃഷി ചെയ്യുന്ന കൂട്ടത്തിലാണ്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പൈനാപ്പിൾ നട്ട് കൃഷി ചെയ്താൽ ഡിഗ്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 600 പൈനാപ്പിളായി. ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. എങ്ങനെയായാലും 1/2 മണിക്കൂർ 1 മണിക്കൂർ ഞാൻ ഏത്തിറങ്ങി ജോലി ചെയ്യും. സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തും.
വക്കീൽ പണിയുണ്ട്, പമ്പ ഷോപ്പുണ്ട്, അതിനുശേഷം വീട്ടിലെത്തിട്ട് എങ്ങനെയായാലും 1 മണിക്കൂർ ജോലി ചെയ്തിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഭാര്യയും മക്കളെ സ്നേഹിക്കുന്നുണ്ട് അത് ചെയ്യുന്നത്. എന്റെ കാരണം നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്രമാത്രം മാരകമായിട്ടുള്ള വിഷവസ്തുക്കൾ അടിച്ചാലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, എത്രമാത്രം മാരകമായിട്ടുള്ള വിഷവസ്തുക്കൾ അടിച്ചാലാണ് നമ്മുടെ ഇവിടെ ഒരു പച്ചക്കറി ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് നാട്ടുകാരൻ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നു, ശുദ്ധജലം നമുക്ക് കുടിക്കാനായിട്ടില്ല. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്. പക്ഷേ ഈ ശരീരത്തിന് ഒരു രോഗപ്രതിരോധ ശക്തി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചെങ്ങന്നൂന്ന് എന്നിട്ട് തിരുവല്ലയ്ക്ക് പോയി മൊത്തം ഹോസ്പിറ്റലിലെ പരസ്യങ്ങളാ. നിങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ കയ്യില്, നിങ്ങൾക്ക് ക്യാൻസർ ആണോ ഇങ്ങോട്ട് വരൂ, നിങ്ങൾക്ക് കരൾ രോഗമാണോ ഇങ്ങോട്ട് വരും, ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഒരു കുടുംബത്തെ കുത്തുവാള ഇടിപ്പിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതിനായിട്ട് നമ്മളെ ദിവസം രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.